കൽത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാന്നാണ്. കൽത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം. പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ കല്ല് പോലെ ആയിപ്പോയി അല്ലെങ്കിൽ കട്ടിയാണ് എന്നൊക്കെ പറയുന്ന കുറേ പേര് റിലേറ്റീവ്സൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ അമ്മ നന്നായിട്ട് സൂപ്പറായിട്ട് കൽത്തപ്പം ഉണ്ടാക്കും. നല്ല സോഫ്റ്റായിട്ട് ലെയറായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുക്കറപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 400 ഗ്രാം പച്ചരി കുതിർത്തതാണ്. ഇത് 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഉപയോഗിച്ചത് 6 ശർക്കരയാണ്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ശർക്കര നന്നായിട്ട് ഉരുക്കി പാനിയാക്കണം. പാനിയാക്കി മാറ്റി വെക്കുക. 1 ടീസ്പൂണ് ഏലക്കായും ജീരകവും ചേർത്ത് പൊടിച്ചത് മാറ്റി വെക്കുക. ഒരു തവി ചോറ് മാറ്റി വെക്കുക. തവി ഞാൻ കാണിച്ചു തരാം. ഇതാണ് തവീൻ്റെ ഒരു അളവ്. ഇത് മൊത്തമായിട്ട് ചോറ് എടുക്കണം. 400 ഗ്രാം പച്ചരിക്കാണ് ഇത്ര ചോറ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ മാവ് നല്ല സ്മൂത്തായിട്ട് ബാറ്റർ ആവണം. ഇതുപോലെ കാണിക്കുന്ന പോലെ. ഇതിൽ കാണിക്കുന്ന പോലെ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. അതേ അളവ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പക്കാരം ചേർക്കുന്നത് അപ്പം നന്നായിട്ട് കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ച സവാളയും തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായിട്ട് വറുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുക്കണം. ഇപ്പം നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുക്കുക. മൊത്തം എടുക്കരുത്, കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം മാവ് കുക്കറിലേക്ക് സാവധാനം ഒഴിച്ചു കൊടുക്കുക. ഇനി മൂടി വെച്ച് ആവി വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വേവിക്കണം. ആവി വന്നതിന് ശേഷം മിനിമത്തിലേക്ക് ആക്കാൻ പാടുള്ളൂ. കുക്കറിൽ വെയിറ്റ് ഇടണ്ട. ആവി ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ആവി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മിനിമത്തിൽ ഫ്ലെയിം കൊടുക്കാൻ പാടും. മിനിമത്തിൽ ഫ്ലെയിം വെച്ചിട്ട് വേവിച്ചതിന് ശേഷം മാത്രം മൂടി തുറന്ന് നോക്കുക. അപ്പം സോഫ്റ്റ് ആവുന്നതിൽ നമ്മൾ കൊടുക്കുന്ന ഈ ടെമ്പറേച്ചറിന് പ്രധാന പങ്കുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആവണം. കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അപ്പം കട്ടിയാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ കിട്ടുള്ളൂ. ഇത് കണ്ടോ, 10 മിനിറ്റിന് ശേഷം ഇപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ കുക്കറപ്പാണ് കിട്ടിയിട്ടുള്ളത്. ചൂട് നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രം കുക്കറിൽ നിന്ന് അപ്പം പുറത്തേക്ക് എടുത്താൽ മതി. അതുവരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് അപ്പം.
ഇതുപോലെ ലെയറായിട്ട് കിടക്കണം. ഇങ്ങനെ ഫ്ലെയിം പോയതിൻ്റെ ആ ഒരു പാത്ത് നമുക്ക് കാണാൻ പറ്റണം. അത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്